നമ്മൾ ഓക്കെ അല്ലേ? നിന്റെ ടീം എത്ര പോരെ? അപ്പോൾ ഇതേ പോട്ട്ലൊക്കെ ആയി വന്നപ്പോഴേക്കും നമ്മുടെ ഇല നിറയാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അവിയൽ, പച്ചടി, കിച്ചടി, തോരൻ, കൂട്ടുകറി, മധുരക്കറി, പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോയി വന്നു. പിന്നെ എൻ്റെ വീട്ടിലൊരു ട്രഡീഷനാണ് കേട്ടോ, എൻ്റെ അമ്മ ചെയ്യുന്നത്. അമ്മ ഭയങ്കര ഒരു കൃഷ്ണഭക്തിയാണ്. നമ്മുടെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ സദ്യയിൽ നിന്നാണ് തുടക്കം. ദിസ് ഇസ് സദ്യ നമ്പർ 2. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു ഓണം ടൈമിലെ ഒരു കമ്പൈൻഡ് വ്ളോഗാണ് കേട്ടോ. തിരുവോണ ദിവസം പ്ലസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന കുറച്ചധികം തിരുവോണം കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. ആൻഡ് ദിസ് ഇസ് തിരുവോണ ദിവസം. തിരുവോണ ദിവസം രാവിലെ തന്നെ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അന്ന് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ വി ട്രൈ ടു അവോയ്ഡ് ഗോയിങ് ടു ഹോസ്പിറ്റൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ കിട്ടുന്ന ദിവസം പോയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞ് രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ അവിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതേ ധൃതി വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെന്ന് നമ്മൾ ബോട്ടിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് അവിടെയാണ് അസംബ്ലി പോയിൻറ്റ്. അങ്ങനെ രാവിലെ എല്ലാ ധൃതിൻ്റെ ഇടയ്ക്ക് ഓടി ഒരു കുട്ടി പൂക്കളമൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് സാധനം എല്ലാം റെഡിയായി കൊണ്ടുപോകാനായിട്ട്. പിന്നെ എൻ്റെ വീട്ടിലൊരു ട്രഡീഷനാണ് കേട്ടോ, എൻ്റെ അമ്മ ചെയ്യുന്നത്. അമ്മ ഭയങ്കര ഒരു കൃഷ്ണഭക്തിയാണ്. അപ്പോൾ എന്തൊരു നല്ല ദിവസം വന്നാലും ഭഗവാനെ ഒരു പുത്തൻ ഉടുപ്പോ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കിരീടമൊക്കെ അമ്മ വയ്ക്കും. അപ്പോൾ എന്നോടും പറയാറുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നീയും അത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലല്ല സദ്യ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ പായസവും വെച്ചു. പിന്നെ ചെറുപഴം നോക്കിയപ്പോൾ ഉണ്ടായില്ല, ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഭഗവാന് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ സാധനമൊക്കെ എടുത്ത് നമ്മളിവിടേക്ക് വന്നു. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഞാനൊന്ന് റോയായിട്ട് വെക്കാമേ നമ്മുടെ ആ ഒരു ഓണം ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതേ പോട്ട്ലൊക്കെ ആയി വന്നപ്പോഴേക്കും നമ്മുടെ ഇല നിറയാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അവിയൽ, പച്ചടി, കിച്ചടി, തോരൻ, കൂട്ടുകറി, മധുരക്കറി, അതിൻ്റെ ഇപ്പുറത്ത് പയറുപ്പേരി, പരിപ്പ്, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിക്കറി, മാങ്ങ, അങ്ങനെ എല്ലാം സെറ്റ്. പോവാൻ പറ്റൂല. സിസർ മതിയോ? എന്റെ കമ്മല് എനിക്ക് മറ്റേ സാധനം ഉണ്ടായില്ല. എരിയല്ലേ? അപ്പൊ അതിനെ പച്ച കിച്ചാന്ന് വിളിക്കും. പച്ചയാണ് അതൊന്നും എനിക്കറിയില്ല. നമുക്ക് സെന്ററിൽ കൊണ്ടുപോയി സാമ്പാറ്, രസം, പരിപ്പൊക്കെ. ലെഫ്റ്റില് കൂട്ടുകറി വിളമ്പിയടാ ഇല്ലേ? മധുരക്കറിയാണോ ഇത് സെന്ററിൽ വെക്കാതെ പരിപ്പ് കറി. അതന്നെ ഈ പഴയ പരിപ്പെട്ടി കുറച്ചിട്ടതില് അതെ, നമ്മൾ നാട്ടിലല്ലെങ്കിൽ നാട്ടിലെ ട്രഡീഷനൊക്കെ കുറച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗണപതിക്ക് വിളമ്പില്ലേ നാട്ടിൽ സദ്യ കഴിക്കും മുന്നേ, അതുപോലെ നമ്മളും ഒരു നിലവിളക്കൊക്കെ കൊളുത്തി ആദ്യം തന്നെ ഗണപതിക്കുള്ള ഇലയിട്ട് ഊണൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളെല്ലാവരും നിലത്തിരുന്ന് കഴിക്കാൻ പോകുന്നത്. നടന്നു വന്ന് അപ്പോൾ നമ്മൾ സദ്യ വിഭവങ്ങളെല്ലാം വിളമ്പി നിലത്തിരുന്നു കേട്ടോ. നിലത്തിരുന്നപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലത്തിരുന്ന് കഴിക്കാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇരുന്നും ചരിഞ്ഞും കിടന്നും ഒക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ആ സദ്യ കഴിച്ച് അവിടെ നിന്ന് എണ്ണീറ്റത്.
പക്ഷേ നല്ല സദ്യയായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ്, എന്നിരുന്നാലും നമ്മുടെ സദ്യ അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് നമ്മൾ വിളമ്പുന്നതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, തെക്കും വടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് നമുക്കൊരു കുഞ്ഞ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആതിരയ്ക്ക് ഇപ്പം 7th month ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒരു വളകാപ്പ് നടത്താമെന്ന് ഓർത്തു. നമ്മൾ വേറെ രീതിയിലൊക്കെ നടത്തണം എന്ന് ആലോചിച്ചതാണ്, പക്ഷേ ഡ്യൂ ടു സം പ്രോബ്ലംസ് പറ്റിയില്ല. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാളെ നമ്മളുടെ ഹിന്ദു സമാജത്തിൻ്റെ ഓണപ്പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേജിൽ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിരുന്ന് സന്ധ്യ കഴിഞ്ഞു. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ജൂനിയർ അവൾ വരുന്നുണ്ട് ഹള്ളിൽ നിന്ന് നാളത്തെ നമ്മുടെ കൂടെ ഓണം കൂടാനായിട്ട്. അപ്പം ഞാനും രജിത്തും കൂടെ സിറ്റി സെൻറ്ററിലേക്ക് വന്നേക്കുവാണേ അവളെ പിക്ക് ചെയ്യാനായിട്ട്. ഇവിടെ വന്നപ്പോൾ കണ്ടോ എന്തോ ഒരു നൈറ്റ് ഫെയറി വോക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ വന്ന് ഭയങ്കര ടയേർഡായിരുന്നു, കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം നമ്മുടെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ സദ്യയിൽ നിന്നാണ് തുടക്കം. ദിസ് ഇസ് സദ്യ നമ്പർ 2. ഇതാണ് കീർത്തി, എൻ്റെ ജൂനിയർ ഹള്ളിൽ നിന്ന് വന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഒന്നും അങ്ങോട്ട് എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനിപ്പോൾ അടുത്ത നമുക്കൊരു അസോസിയേഷൻ്റെ പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുത്തെ ക്യൂട്ട് ക്യാറ്റ് കുട്ടിയായിരുന്നു അതെ. ആൻഡ് ദിസ് ഈസ് ദ 2nd പ്രോഗ്രാം ഡേ. ഇത് ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ആദ്യം നമ്മൾ ഉച്ചയ്ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വന്ന പാടേ സദ്യയിൽ തുടങ്ങി. സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് ക്രിസും ഞങ്ങൾ രണ്ടുപേരോടാണ് MC ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഒരു സ്ട്രെസ് മോഡ്, പാനിക് മോഡിലുണ്ട്. എത്രയാണേലും നമ്മൾ ആ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടല്ലോ, എത്ര കഴിഞ്ഞാൽ തത്തുന്നൊരു വയറ്റിലൊരു ഫീലിംഗ്, വയറ്റിലൊരു ഗുളുഗുളു ഫീലൊക്കെ ഉണ്ട്. ആൻഡ് ഹിയർ വി ആർ ഓൺ ദ സ്റ്റേജ്. ലിമയുടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സദ്യ കഴിച്ച് ഒരു എമ്പൊക്കെ വിട്ട് എങ്ങനെയുണ്ടായിരുന്നു സദ്യ? അടിപൊളിയായിരുന്നോ? കൊള്ളില്ല സദ്യ? എന്തെങ്കിലും റെസ്പോൺസ് നമുക്ക്? സേമിയ പായസം ആയിരുന്നോ അടപ്രഥമനായിരുന്നോ ഫേവറേറ്റ്? സേമിയ പായസം, അടപ്രഥമൻ. ലെറ്റ്സ് ഗോ. പ്രതീക്ഷിച്ചിരുന്നോ? നിങ്ങൾ എന്താ എല്ലാവരും ഒന്ന് ഉറങ്ങിയിരിക്കുന്നത്? കമോൺ, എങ്ങനെയുണ്ടായിരുന്നു? Yes, thank you very much. Thank you, Maggie. That was a wonderful performance. Next we have a beautiful dance by beautiful. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യും. Place landed up into God's own country. അപ്പോൾ ശരിക്കും ഞാനൊരു ഗോഡ് ബ്ലെസ്ഡ് ചൈൽഡ് അല്ലേ? സോ I may be born as a Punjabi. See, I may be born as a Punjabi, but now I have become Kerala's swandam daughter. I am a Kerala's adopted daughter. Oru Mallu Singh ayipoyi. So for this I want to thanks to the entire Mallu community who have accepted me as one of their family member. So thank you so much Malayalis. I love you so much. പിന്നെ എനിക്ക് എന്താ പറയുക, താങ്ക് യു സോ മച്ച് ലിമ ആൻഡ് എവറിബഡി ഹൂ ഇസ് പ്രസൻറ്റ് ഹിയർ ആൻഡ് ടു ദ വണ്ടർഫുൾ ഓഡിയൻസ് ഹിയർ. ഒരുപാട് നന്ദി to making me a part of your 25th Onam celebration. This shows how Kaya
പരിപാടിക്ക് ഇതിന്റെ കളർ മാലയിട്ട് ഒന്നും അതിന്റെ കൂടെ അത് സാരി കേരള സാരിക്ക് കേരള സാരി 1/2 കിലോ ഭയങ്കര വിശപ്പ്. ഇത് നോർമൽ മന്തിക്കാരുടെ ഇവരുടെ 2 രൂപയാ.